ഇങ്ങോട്ട് വന്നപ്പോൾ എടുക്കാൻ പറ്റാതിരുന്ന ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യപ്പെടും അല്ലെങ്കിൽ ആവശ്യമാകും എന്നുറപ്പുള്ളതുകൊണ്ട് റിട്ടേൺ പോകുന്ന വഴിക്ക് എടുക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ റിസോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. ബിക്കോസ് എൻ്റെ ഫോൺ അവിടെ വെച്ച് മറന്നുപോയി. അത് പിന്നെ കിട്ടാനുള്ള ആട്ടൊക്കെ എനിക്ക് കിട്ടി. ആരും അധികമായിട്ടൊന്നും ചീത്തയൊന്നും പറഞ്ഞില്ലെങ്കിലും ആട്ട് കിട്ടി, അത്ര തന്നെ. ഓഫ് റോഡ് അതാണ് മോനെ പറയാനുള്ളത്. എന്ത് വൃത്തിയുടെ റോഡാന്ന് പറയൂ. നമ്മള് പോണോലൊന്നുമല്ല അവന്മാര് പോണതല്ലേ. അതെ 4x4 ഉള്ളതിന്റെ ഭയങ്കരമാണ് അവന്മാർക്ക്. അതെ അപ്പൊ ഇത് അവന്മാരെ എക്സ്പേർട്ട് ഉണ്ടാകാം. കാരണം അത്രയും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ് എനിക്ക് കണ്ടതില്. അത്രയും വലിയ കട കല്ലുകള് അതിലൊക്കെ കയറി ഉമാര് പോണു. എതിരൊരു വണ്ടി വരുമ്പോ കണ്ട രണ്ടുപേരും കൂടി മുട്ടിയില്ലെന്ന് പറഞ്ഞ ഇങ്ങനെ പോകും. സീനാണ് കണ്ടായിരുന്നല്ലോ. ഇവിടെ ജീപ്പ് എല്ലാരും കൂടി എടുക്കാൻ വേണ്ടിട്ടുള്ളതിന്റെയാ. ഒന്നുമില്ല ഗൈസ്, വണ്ടി വരുന്നുണ്ട്. മടിയായിട്ടായിരിക്കും തൃപ്പൂണിത്തറക്കാരെ ഇവന്മാരെ ആദ്യം തന്നെ നമ്മളെ പേടിപ്പിക്കൂല. അത് വണ്ടി സീനാണല്ലേട്ടാ അല്ലേ പ്രതീക്ഷ. ചേട്ടനാണ് നമ്മളുടെ ഡ്രൈവർ അല്ല വഴി കാട്ടി. വേണ്ട ഇതിങ്ങനെ സുഖമായിട്ട് കേറിപ്പോ. നോക്ക് നോക്ക് നോക്ക്, പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് കേറിപ്പോണു. ചേട്ടന്റെ ഇതാണ് ആ കുഴി. എന്റെ പൊന്നുമോനെ ഈ കുഴി ഒന്ന് പോ വിഷ്ണു. അവരിപ്പോ ഏകദേശം റെഡിയാക്കി. റോഡ് വന്നിട്ടുണ്ടല്ലോ. നല്ല അമ്മമാരൊക്കെ എങ്ങനെ ഇതിന്റെ അകത്ത് കൂടെ കയറ്റി എനിക്ക് വണ്ടി അടി തട്ടോന്നുള്ള സീനിലായിരുന്നു. കാരണം ഇത് ഇറക്കം കൂടി ആയതുകൊണ്ട് മറ്റേ കയറ്റം ഓർന്നല്ല. അപ്പൊ കുഴപ്പമില്ല, ഇത് ഇറക്കം കൂടി ആകുമ്പോ കറക്റ്റ് ആയിട്ട് അടിമുട്ടും. ഇങ്ങനത്തെ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ടാവും നല്ല റോഡിലോട്ട് എത്താൻ? ഒരു 6. സ്ട്രോബെറീസ് ഉണ്ടോ? അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നൊക്കെ. ഇതാണ് എൽഷദായ് സ്ട്രോബെറി ഫാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ച് ക്യാമ്പ് നോയൽ റിസോർട്ടിൽ നിന്ന് റിട്ടേൺ പോകുന്ന വഴിക്ക് സ്ട്രോബെറി ഫാമാണ്. അപ്പം മസ്റ്റായിട്ട് കയറി. ഇപ്പം സീസണൊന്നും അല്ല, ബട്ട് എന്നാലും സ്ട്രോബെറീസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണോ ഇത് പിടിച്ചേ. നമുക്കിനി മൂന്നാർ എത്തണ വരെ റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ സ്ട്രോബെറീസ് ഒക്കെ വാങ്ങാൻ പോവാണെങ്കിൽ ഒന്നെങ്കിൽ കയ്യിൽ ക്യാഷ് ആയിട്ട് കരുതുക, അല്ലാന്നാണെങ്കിൽ അവിടെ വാങ്ങുന്ന സ്ഥലത്ത് തന്നെ അവർ വൈഫൈ പാസ്വേഡ് പറഞ്ഞു തരും. അത് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യാം. നമ്മള് നൈസായിട്ട് വിശന്ന് പൊരിഞ്ഞപ്പ സൈഡിൽ ഒതുക്കി വിശന്ന് പൊരിഞ്ഞ് തീ കുരുത്ത ആൾക്കാർ മറ്റേ പൊടി മുക്കി കുരുത്തതാണ്. പക്ഷെ രാഘുവിന് സാൻഡ്വിച്ച് വേണം എന്നിട്ട് എന്റെ പാത്രത്തിൽ നിന്ന് അല്ലല്ല പൊടി വരെ മുക്കി നക്കി. വയറ് വേനയെടുത്ത് ഇരിക്കുന്ന ആൾ മുട്ടയും കൂട്ടി തട്ടുന്നു. ചെറിയ ചൂടുണ്ടവന്, കുഴപ്പമില്ല. എന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് എന്തെങ്കിലും കഴിച്ച് ചേച്ചി മുട്ട ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് വിശപ്പിന്റെ വില അറിയണ ഗൈസ്. ഇതിന് ചോദിക്കണ്ട കേട്ടോ. ഈ സൈഡിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുമ്പോണ്ടല്ലോ കേൾക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാട്ട് ഏതാണെന്നറിയോ? ലൈഫ് ഓഫ് റാം. അതിലെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. അങ്ങനെ സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കുക, കുറേശ്ശെ ഇങ്ങനെ നിർത്തി പോവുക. നല്ല ഫ്രഷ് എയർ കിട്ടും. പിന്നെ എന്തുട്ടാ ഇങ്ങനെയൊക്കെ തന്നെ.
നന്മകൾ പൂക്കുമേ പുലരി തേടി നീ ഒഴുകണം. നെക്സ്റ്റ് സോങ് പറയാതെ അറിയാതെ അടിക്കാം. ഒരു വാക്കുണ്ടാകും ഒരു നോക്കു കാണാതെ ദൂരേക്ക് നീ മാഞ്ഞതല്ലേ സഖിയെ കാണും മിഴികൾ നിറയും നൊമ്പരം വീണ്ടും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് അറിയാതെ അറിയാതെ നീ പോയതല്ലേ മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ ഒരു നോക്ക് കാണാതെ നീ പോയതല്ലേ ദൂരേക്ക് നീ മായതല്ലേ തമ്മിൽ തമ്മിൽ ഒന്നു കണ്ടു തീരാമോഹങ്ങൾ തേടി നാം മെല്ലെ സ്വപ്നം പൂവണിഞ്ഞു മായാവർണ്ണങ്ങൾ ചൂടി നാം ആവർണമാകവേ വാർമഴവില്ലുപോൽ മായുന്നുവോ മത്സഖി ഇന്നും ഓർക്കുന്നുവോ വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ് ഇന്നും ഓർക്കുന്നു ഞാൻ വീണ്ടും ഓർക്കുന്നു ഞാൻ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്. പിടയുന്നത് സ്റ്റാർട്ട് ചെയ്തു. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവ് കാത്ത കണ്ണല്ലേ പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനും നിറയാൻ ഒഴുകി ഒഴുകി നാം ഇന്നും ഇന്നും ഒരു പുഴയായി ആരാധികേ മഞ്ഞു തീരും വഴിയരികെ നാളേറെയാ കാത്തു നിന്റെ മീനിറയേ പടപടക്കും കണ്ണാലെ ഫുൾ പാടിയിലിട്ടിട്ട് തുടക്കിട്ടൊരു അത് വേണ്ട, അതെനിക്കറിയാൻ പാടാ പാട്ട്. ചേട്ടൻ വേറെ പാട്ട് പറ. നമ്മളിതാ മൂന്നാറിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കും കേട്ടോ. ഏകദേശം ഒരു 4:30 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. കാരണം മഞ്ഞ മേടിക്കൊന്നും ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് വേറെ ഷോപ്പൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നേരെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് പോകണം. വിശന്നിട്ട് ഗ്യാസ് കയറിയിട്ട് ഭയങ്കരമായിട്ട് വയ്യാണ്ടായിപ്പോയി. കേർഡ് റൈസിൻ്റെ ആൾക്കാർ പിള്ളേർക്ക് ഫ്രൈഡ് റൈസ്, ഞാൻ നൂഡിൽസ് പറഞ്ഞോ. റൈസൊന്നുമില്ല, റൈസൊക്കെ കഴിഞ്ഞു. 4 മണി 4:30 ഇല്ലേ, റൈസൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നൂഡിൽസും കൂടി തട്ടാം. മതി മതി ഇവിടെ ഇതുണ്ടോ? അതെ ആഴ്ചല്ല ഗ്രൂപ്പിലിട്ടുണ്ട്.
എന്നെ കിനാവ് കാണും കണ്ണില്ല. തിന്നോ തട്ടിക്കോ.